ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആൻഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണമല്ലോ നമ്മളോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയെടുക്കണം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുക്കറിൽ ഒറ്റ വിസിലിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നതെന്നുള്ളൂ. അപ്പോൾ മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് ഏകദേശം ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് ഇപ്പൊ മുളക് പൊടിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം നല്ല എരിവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിക്ക് മുളക് അല്ലെങ്കിൽ എരിവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചെടുക്കാം, കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്തിച്ചാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മൈദയിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് നമ്മൾ ബാറ്റർ എടുക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണെയാണ്. പേസ്റ്റ് ആയാലും മതി, അരിഞ്ഞ് ചേർക്കണേലും എനിക്കെല്ലാം ഇഷ്ടം ഇങ്ങനെ ചതച്ച് ചേർക്കണയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും. വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ചേർത്താൽ മതി, അതിനുശേഷം പിന്നെ വേണമെങ്കിൽ മാത്രം ചേർക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ്. ഒരു സവാളയേ ഉള്ളൂ കേട്ടോ. ഇത് വളരെ ചെറുതായിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, അത് ചേർക്കാം. ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ്, സവാളയിലേക്ക് മാത്രമുള്ള ഉപ്പ് മതി. ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഈ സവാള, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ മുട്ട പുഴുങ്ങിയത് തൊണ്ടൊക്കെ കളഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടാക്കി കീറിയെടുക്കാം. നമുക്കിനി ഈ മുട്ടയുടെ ഉണ്ണി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ പയ്യെ എടുക്കണം കേട്ടോ, മുട്ട പൊട്ടിപ്പോവാതെ നമുക്കിത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് മുട്ടയുടെ ഉണ്ണി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് മസാലയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഉടച്ചെടുത്തേച്ചാലും മതി. അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. മല്ലിയിലയോടെയും ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അപ്പൊ ഇതുപോലെ സവാള നല്ല മൊരിഞ്ഞു വരണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗരം മസാല ചേർക്കാം, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഈ മസാല ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ണി ഉടച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആ ഉണ്ണിയിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇത്
ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ട ഇങ്ങനെ എടുക്കാം. അതിലോട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തയ്യാറാക്കി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിലിൽ ഇടുമ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രത്തിലൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കട്ടെ. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്ക് തന്നെയാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്ന്. കാരണം പലർക്കും ഞാൻ ഇത് കൊടുത്തിട്ട് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ആയിരിക്കുമല്ലോ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഇവിടെ എനിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കത് ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.